നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതിശക്തമായ മഴയാണ് പല മേഖലകളിലും അനുഭവപ്പെടുന്നത്. ഇനി വരും ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് മാറി ഓറഞ്ച് അലർട്ടായി ഇനി അത് റെഡ് അലർട്ടിലേക്ക് കടക്കുന്നുവെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവന് പോലും അപകടമാകുന്ന, ഭീഷണിയാകുന്ന ഒരു വലിയ വിപത്താണ് ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളേവരും നിരത്തുകളിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഈ മഴക്കാലത്ത് വെള്ളക്കെട്ടിലൂടെയും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം സമാനമായൊരു സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടമായൊരു വാർത്തയും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മെയ് 21, 20 തീയതികളിൽ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചതെങ്കിൽ പോലും റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും. ഈ മഴക്കാലത്ത് പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ഓടകൾ കരകവിഞ്ഞൊഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പലയിടത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചിലയിടത്ത് സ്ലാബുകൾ തുറന്നു വയ്ക്കുന്നുണ്ട്. ഈ സ്ലാബുകൾ ചിലതൊക്കെ തന്നെ റോഡിന് അരികിലേക്ക് തന്നെയാണ് ഇരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഈ ഓടകൾ നിറഞ്ഞും സ്ലാബുകൾക്ക് മുകളിലുമൊക്കെയായി വെള്ളം നിറയുമ്പോൾ വാഹനങ്ങളിലൂടെയും കാൽനട യാത്രക്കാരുമൊക്കെ ഇതിലേക്ക് വീഴാനും അപകടം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതകളാണ് ഉയരുന്നത്. പലയിടത്തും സ്ലാബ് തകർന്നും മൂടിയില്ലാതെ കിടക്കുന്ന ഓടകളും യാത്രക്കാർക്കും മറ്റും ഇങ്ങനെ ഭീഷണിയായി മാറുന്നു. ഒരു ചെറിയൊരു അശ്രദ്ധ മാത്രം മതി. ഇനിയിപ്പോൾ എത്ര ശ്രദ്ധിച്ച് നടന്നാൽ പോലും, വാഹനം ഓടിച്ചാൽ പോലും ഈ ഓടകളിൽ വീണാൽ അപകടം സുനിശ്ചിതമാണ്. കാരണം കോൺക്രീറ്റ് സ്ലാബുകളിൽ തലയോ പ്രധാനപ്പെട്ട ഭാഗങ്ങളോ തട്ടിയാൽ മരണം വരെ സംഭവിക്കുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് മാറ്റിയിടാനായി അധികൃതരുടെ ഭാഗത്തു നിന്ന് മലംഭാവം ഉണ്ടാകുന്നുവെന്ന പരാതി പലയിടത്തും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം നഗരത്തിലൊക്കെ തന്നെ സമാനമായ ആരോപണവും പരാതിയുമൊക്കെ ഉയർന്നു കേൾക്കുകയാണ്. പലയിടത്തും ഓടകൾ തകർന്നിരിക്കുന്നതും സ്ലാബുകൾ ജീവന് ഭീഷണിയായി നിൽക്കുന്നതുമൊക്കെ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുതൽ വയോജനങ്ങൾ വരെ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പല മേഖലകളിലും നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡുകളിലും ഇത്തരത്തിലുള്ള സംഭവം കാണാറുണ്ട്. സ്ലാബുകളുടെ ഒരു വശം ഉയർന്നിരിക്കുന്നതും കൂർത്തിരിക്കുന്നതും ഒക്കെ തന്നെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരായിരുന്നാൽ പോലും ഫുട്പാത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലുള്ള നിരവധി ഓടകൾ തുറന്നിരിക്കുന്നുണ്ട്. സ്ലാബുകൾ അപകടാവസ്ഥയിലിരിക്കുന്നുണ്ട്. പരിക്ക് പറ്റുന്ന സ്ഥിതിയാണ് എപ്പോഴുമുള്ളത്. നിരവധി ആളുകൾ പരാതിപ്പെട്ടു, പക്ഷേ ഫലമൊന്നുമില്ല എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. പ്രത്യേകിച്ചും രാത്രികാലത്ത് ഏറ്റവും അധികം അപകടമുണ്ടാക്കുന്ന ഒരു വിഷയമായി ഇത് മാറുന്നു. ജനപ്രതിനിധികളടക്കം നിരവധി ആളുകളോട്, ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെട്ടിട്ട് പോലും ഫലമില്ല എന്നുള്ള ആരോപണം നാട്ടുകാർ തന്നെ ഉയർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മഴ കൂടി ഇനി അങ്ങോട്ട് കനക്കാൻ പോകുന്നുവെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പല ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 17-ാം തീയതി മലപ്പുറം, വയനാട് ജില്ലകളിലും, 18-ാം തീയതി പാലക്കാട്, മലപ്പുറം ജില്ലകളിലും, 19-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലയിലും, 20-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലയിലും, 21-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 17-ാം തീയതിയും 18-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും, 19-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും, 20-ാം തീയതി തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, 21-ാം തീയതി തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ഈ ദിനങ്ങളെ നോക്കിക്കാണുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.